ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾക്ക് ഒരു കാളി മാതാ ദേവിയുടെ ഒരു ഡ്രോയിങ് ഔട്ട്ലൈൻ എങ്ങനെ ചെയ്യാം എന്ന് പഠിക്കാം. ഞാൻ ആദ്യമായി ഇവിടെ A3 ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. ബ്രൂസ്ട്രോയുടെ A3 പേപ്പർ ഞാൻ എടുത്തു. പേപ്പറിൻ്റെ 4 സൈഡിലായിട്ട് നമ്മളിവിടെ 1 ഇഞ്ചിൻ്റെ അളവിലാണ് നമ്മൾ സ്കെയിൽ എടുക്കുന്നത്. താഴത്തേക്ക് 14 ഇഞ്ചും മുകളിൽ നിന്ന് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് നമ്മൾ 11 ഇഞ്ചുമാണ് ഇവിടെ ഞാൻ പേപ്പറിൽ എടുത്തിട്ടുള്ളത്. ഞാൻ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ഫോട്ടോ മൊബൈലാണ് ഉള്ളത്. അപ്പോൾ നമ്മളിവിടെ മൊബൈലായതുകൊണ്ട് ഞാനിവിടെ ഡ്രോയിങ് ഗ്രിഡ് മാർക്കർ എന്നൊരു ആപ്ലിക്കേഷൻ വെച്ചിട്ടാണ് നമ്മളിവിടെ സ്ക്വയർസൊക്കെ അതിൽ മാർക്ക് ചെയ്യുന്നത്. നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡ്രോയിങ് ഗ്രിഡ് മാർക്കർ എന്നൊരു ആപ്ലിക്കേഷൻ കിട്ടുന്നതാണ്. അത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഏത് ഫോട്ടോയാണോ വരയ്ക്കേണ്ടത് ആ ഫോട്ടോ നമ്മൾ അതിൽ അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾക്ക് എത്രയാണോ സ്ക്വയർസ് വേണ്ടത് അത് നമ്മൾ അതിൽ ആഡ് ചെയ്യുക. റോസ് ആൻഡ് കോളംസ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോട്ടോന് നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് ആ സ്ക്വയർസ് ആഡായിട്ട് വരുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഫുൾ സ്ക്വയർസ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു. അത് നമുക്ക് എളുപ്പമായി കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാൻ 1, 2, 3 അങ്ങനെ എഴുതുകയാണ്. താഴത്തേക്ക് 1 മുതൽ 14 വരെയും മുകളിൽ നിന്ന് 1 മുതൽ 11 വരെയാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് സ്ക്വയർസ് തെറ്റാതെ ഈസി ആയിട്ട് നമുക്ക് വരയ്ക്കാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ ഔട്ട്ലൈൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മൾ വളരെ സാവധാനത്തിൽ നമ്മൾ ഏത് സ്ക്വയറിലാണോ നമ്മളെ ഹെയർസും അതുപോലെ തന്നെ അതിൻ്റെ പോർഷൻസൊക്കെ പോകുന്നത് അത് നോക്കി വളരെ പതുക്കെ നമ്മൾ ഓരോ സ്ക്വയർ നോക്കി വരയ്ക്കുക. ഞാനിവിടെ വരയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഒരു മെക്കാനിക്കൽ പെൻസിലാണ്. HBയുടെ മെക്കാനിക്കൽ പെൻസിലാണ്. സുക്കുറ എന്ന ഒരു കമ്പനിയുടെ മെക്കാനിക്കൽ പെൻസിലാണ്. ഇത് നിങ്ങൾക്ക് ഓൺലൈനിലായിട്ട് വാങ്ങാൻ പറ്റുന്നതാണ്. ഫ്ലിപ്കാർട്ടിലോ അല്ലെങ്കിൽ ആമസോണിലോ പോയിട്ട് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്നതാണ്. ഞാനിവിടെ കണ്ണിൻ്റെ ഭാഗം ഒരു കണ്ണ് എനിക്ക് ഏകദേശം അതിൻ്റെ ഔട്ട്ലൈനൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ അടുത്ത കണ്ണിലേക്ക് കിടക്കുകയാണ് നമ്മളെ ഔട്ട്ലൈൻ. ആ സ്ക്വയറിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളാണ് വരുന്നത് നമ്മൾ ശ്രദ്ധിച്ച് നമ്മൾ വരയ്ക്കുക. വളരെ സാവധാനം വരക്കണം. നമുക്ക് എപ്പോഴാണോ മടുപ്പ് തോന്നുന്നത് അപ്പോൾ നമ്മൾ ഈ പണി ഇവിടെ നിർത്തിയിട്ട് പോകണം. പിന്നെ വീണ്ടും നമുക്ക് എപ്പോഴാണോ നമ്മൾ മൂഡ് നല്ലതായിരിക്കും അപ്പോൾ മാത്രമേ ഈ ഡ്രോയിങ് ചെയ്യാവൂ. ഇല്ലെങ്കിൽ നമ്മൾ ഡ്രോയിങ്ങിൻ്റെ പോർഷൻസൊക്കെ തെറ്റാൻ വളരെയധികം ചാൻസാണ്. അങ്ങനെ നമ്മുടെ മൂക്കിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇവിടെ നമ്മൾ എപ്പോഴും അധികം പ്രഷർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഡ്രോയിങ് ചെയ്യാൻ പാടില്ല. അത്രക്കും നമ്മൾ ലൈറ്റായിട്ട് വേണം ചെയ്യാൻ. എന്തെന്നാൽ നമ്മൾ ഇതിൻ്റെ മുകളിൽ കളർ കൂടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മായ്ക്കാൻ വേണ്ടിയിട്ട് ഇറേസർ വെച്ചിട്ട് മായ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ലൈറ്റായിട്ട് വേണം ഔട്ട്ലൈൻ ഇടാൻ. ഔട്ട്ലൈൻ ഇടുമ്പോൾ ശ്രദ്ധിക്കുക, എപ്പോഴും പെർഫെക്ഷനായിട്ട് വരയ്ക്കാൻ ശ്രമിക്കുക. നിങ്ങൾ എത്ര സമയം വേണമെങ്കിൽ എടുത്തോ, പക്ഷേ ഔട്ട്ലൈൻ തെറ്റിക്കഴിഞ്ഞാൽ ബാക്കി നമ്മൾ കളറിങ് ചെയ്യുമ്പോൾ അത് ഒരു ബോറായിട്ട് തോന്നും. അങ്ങനെ നമ്മൾ കാളിമാതയുടെ കാതിലിൻ്റെ ഭാഗത്തേക്ക് കിടക്കുകയാണ്. കാതിൽ വരയ്ക്കുമ്പോൾ നമ്മൾ അധികം ഡീറ്റെയിൽസ് കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അതിൻ്റെ ഷേപ്പ് എങ്ങനെയാണോ അത് മാത്രം നമ്മൾ വരച്ചെടുക്കുക. പിന്നെ അതുപോലെ തന്നെ താഴത്തെ ഫ്ലവേഴ്സിൻ്റെ ഭാഗം നമ്മൾ വരച്ചെടുക്കുകയാണ്. ഇവിടെ ചെമ്പരത്തിപ്പൂവാണ് ഇവിടെ അണിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ മാത്രം കൊടുക്കുക. ലാസ്റ്റ് നമ്മൾ കളറിങ് വരുമ്പോൾ അത് ഏകദേശം നല്ല രീതിയിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ കൂട്ടുകാരെ, നമ്മളിവിടെ ഔട്ട്ലൈൻസിൻ്റെ ഭാഗം ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് എത്രയും പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇത് ഓയിൽ പേസ്റ്റൽ വെച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ. അപ്പോൾ ബൈ.